ഹലോ ഫ്രണ്ട്സ്, മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വൈപ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. മഴക്കാലം ആകുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വസ്തുവാണ് ഈ വൈപ്പർ. മഴക്കാലത്ത് ഓടിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം മോശമാണെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ മാറാൻ വേണ്ടി ചിന്തിക്കുന്നത് നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മാറാവുന്നൊരു കാര്യമാണ്. കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ വൈപ്പർ മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉയർത്തി വെച്ചതിന് ശേഷം വൈപ്പർ ഇൻവെർട്ടർ പൊസിഷനിലാക്കിയിട്ട്, അതായത് തിരിച്ചു വെക്കാം, ഫ്രണ്ടിലോട്ട് തിരിച്ചു വെക്കുക. ഇത് ഈ ചില വൈപ്പറുകൾക്ക് അടിയിലൊരു ലോക്ക് കാണും. ഇപ്പോൾ ഇത് എൻ്റെ വണ്ടിയെ കിടക്കുന്ന ഈ വൈപ്പറിൻ്റെ അടിയിൽ ലോക്കുള്ളതാണ്. ജസ്റ്റ് ആ ലോക്കിലൊന്ന് പ്രസ് ചെയ്തിട്ട് താഴേക്കൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ വൈപ്പർ ഈസി ആയിട്ട് ആ ലോക്കിൽ നിന്ന് ഊരിപ്പോരും. ഇത് അതിൻ്റെ ലോക്ക് കാണിച്ചു തരാം. ഇത് ഈ അടിയിൽ വരുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് എല്ലാ വൈപ്പറുകൾക്കും ഇല്ലത്. ഇതിപ്പോൾ ഈ മോഡൽ ഇപ്പോൾ ഇതിനകത്ത് മിൻറ്റാന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതിൻ്റെ ഈ ലോക്കുള്ള സിസ്റ്റമാണ് വരുന്നത്. ഇല്ലാത്തതുണ്ട്, ലോക്കില്ലാത്ത മോഡലുകളുമുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഊരാൻ പറ്റും. ഇത് അടുത്ത വൈപ്പറാണ്. അത് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് താഴോട്ടൊന്ന് അമർത്തിയാൽ മതി. അത് ഈസി ആയിട്ട് ഊരിപ്പോരും. ഇതിൽ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്ന ബോഷിൻ്റെ വൈപ്പറാണ്. നമ്മൾ വാങ്ങിക്കുമ്പം ഇതിൻ്റെ ലെങ്താണ് ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ വാഹനങ്ങളുടെ മോഡൽ, അതായത് ഡീലർഷിപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ മാറ്റം വരില്ല. ഇനി പുറത്ത് കടകളിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇത്ര ഇഞ്ച് സൈസ്, ഇത്ര സെൻറ്റിമീറ്റർ എന്നുള്ളൊരു അളവുണ്ട് അതിന്. അത് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇനിയിപ്പോൾ അത് നോക്കാതെയാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ ഈ ഊരി എടുക്കുന്ന വൈപ്പർ ഈ കവറിൻ്റെ പുറത്തൊരു ചെറിയൊരു സ്കെയിൽ പോലെ കാണും. അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ചെറിയ വ്യത്യാസമൊന്നും പ്രശ്നമില്ല. 1 ഇഞ്ച് വരെയൊക്കെ വ്യത്യാസമൊക്കെ പ്രശ്നമൊന്നുമില്ല, സ്യൂട്ടാവും. ഒരുപാട് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഏരിയ കവർ ചെയ്യാതെ വരിക, അല്ലെങ്കിൽ വെളിയിലോട്ട് പോവുകയോ ചെയ്യും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ വൈപ്പറിൻ്റെ ഉപയോഗം നടക്കില്ല. ഇപ്പോൾ ഇതിൽ ബോഷിൻ്റെ വൈപ്പറാണ്. ഇതിനകത്ത് ഇതിലിപ്പം നമുക്ക് മറ്റേ ആദ്യം ഊരിയ പോലത്തെ ആ ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ള വൈപ്പറാണ്. ഇടാൻ ഈസിയാണ്, ഇടാനും എളുപ്പം, ഊരാനും ഈസിയാണ്. പഴയ വൈപ്പറുകൾ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും മോശം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കളയാതെ സൂക്ഷിക്കാം. എന്നാൽ വേനൽക്കാലത്ത് ആ വൈപ്പറുകൾ നമുക്ക് യൂസ് ചെയ്യാം. അത് വാഹനത്തിൽ കിടന്ന് ചൂട് പിടിച്ചൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല വൈപ്പർ വേണമെന്നില്ല. നമുക്ക് പഴയ വൈപ്പർ എടുത്തിട്ടാലും ഓടും. ജസ്റ്റ് ഇതിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ ആ പൊസിഷനിൽ വെച്ചിട്ട് മേളിലോട്ടൊന്ന് വലിച്ചാൽ മതി. ഇതിൽ രണ്ട് വലിപ്പമാണ്. ഒന്ന് 14 ഇഞ്ചും ഒന്ന് 21 ഇഞ്ചും വരുന്നത്. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് അതിൻ്റെ ആ ടോപ്പ് സൈഡിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനകത്തൂടെ നമ്മുടെ ആ വൈപ്പറിൻ്റെ ആ കമ്പി കറക്റ്റ് കയറും അതിനകത്ത്. ജസ്റ്റ് അതിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കുക. വൈപ്പർ അതിൻ്റെ നോർമൽ പൊസിഷനിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വലിക്കുക. ടക്ക് ഒരു സൗണ്ട് കേൾക്കും. അതിൽ സംഭവം ഓക്കെയാണ്. ഇത്ര സിമ്പിളായിട്ട് മാറാവുന്ന കാര്യമുള്ളൂ. നമ്മൾ മിക്കവാറും ഇത് ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സർവീസ് സെൻറ്ററിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരും, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ മാറാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ഓടിക്കുന്നവരൊക്കെ കാണും. അപ്പം ഇത് സിമ്പിളായിട്ട് മാറാം. നമ്മൾ ഈ വൈപ്പർ കൃത്യം അളവിലുള്ള വൈപ്പർ അതായത് കമ്പനികളുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കണം. താങ്ക് യു.